പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SIR വീണ്ടും കുഴപ്പത്തിലേക്ക് വന്ന് ചാടുകയാണ്. നമ്മൾ SIRന്റെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങൾ ചില അനിശ്ചിതത്വമുണ്ട്, അതിൽ ചില ആശങ്കകളുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ തെറിവിളിച്ചു. എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? ഇത് അങ്ങനെ ഒരു വിഷയമുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന്. ശരിയാണ്, SIR ഭയപ്പെടേണ്ട കാര്യമല്ല. എങ്ങനെ? എല്ലാ രേഖകളും അന്നും ഇന്നും ശരിയാവണ്ണം കൊണ്ട് നടക്കുന്ന, മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കുന്ന, അന്നും ഇന്നും ലിസ്റ്റിലൊക്കെ ഉള്ള, ഇനി അഥവാ അന്ന് ലിസ്റ്റിലുള്ള ഇന്നത്തെ മക്കളുള്ള ആൾക്കാർ, ഇവരുടെ എല്ലാം രേഖയും വീട്ടുപേരും വയസ്സും അവരെല്ലാം വീട്ടു നമ്പരും എല്ലാം ശരിയായ വണ്ണം ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമില്ല. പൂരിപ്പിച്ചും കൊടുത്താൽ മതി. അതായത് മുകളിലത്തെ പേര്, സ്വന്തം പേര് എഴുതുക, താഴെ നമ്മുടെ ഡീറ്റെയിൽസ് ഇടതുവശത്ത് എഴുതുക, അതല്ല എന്നുണ്ടെങ്കിൽ വലതുവശത്ത് നമ്മുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് എഴുതുക, അങ്ങോട്ട് കൊടുക്കുക. ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ മറുഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് അന്നും ഇന്നും പറയുന്നത്. എന്റെ എന്യൂമറേഷൻ ഫോം ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉണ്ടായി, അത് പറയണ്ടേ? മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിഷയമുണ്ടാകും. ഡാറ്റയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വോട്ട് നഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അവർ സംശയത്തിന്റെ നിഴലിലാകും എന്ന് പറഞ്ഞപ്പോൾ, ആ ഒരു വിഷയം മാറ്റിവെച്ചുകൊണ്ട് എന്നെ തെറിവിളിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് 2002 ലിസ്റ്റിൽ നമ്മുടെ പേരില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ എന്ത് വേണ്ടി വരും? നമ്മുടെ മാതാപിതാക്കളെ പേര് വെച്ച് കയറേണ്ടി വരും, ബന്ധുവിനെ വെച്ച് കയറേണ്ടി വരും. അങ്ങനെ കയറുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എന്റെ താഴെ വന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കണ്ട. എന്റെ അനുഭവമുണ്ട്, ഞാനത് തിരുത്തിയിട്ടുമുണ്ട്. അതായത് 2002 SIR പേരുള്ള നമ്മുടെ മാതാപിതാക്കൾ അവരുള്ളത് കൊണ്ട് ഇപ്പൊ നമുക്ക് എന്യൂമറേഷൻ ഫോമിൽ നമുക്ക് പേര് ചേർക്കാൻ വേണ്ടിയിട്ട്, SIR പേര് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേര് വിവരങ്ങൾ മുകളിലത്തെ കോളത്തിൽ എഴുതും. താഴെ വലതുവശത്ത് നമ്മുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ വിവരം, 2002 ലിസ്റ്റിലുള്ള ഒരാളുടെ പേര് വിവരങ്ങൾ എഴുതും. ഇപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, അന്ന് നിങ്ങളുടെ മാതാപിതാക്കളുടെ അന്നത്തെ വിവരങ്ങളാണ് നമ്മൾ അവിടെ എഴുതുന്നത്, ഇന്നത്തെ വിവരങ്ങളല്ല. അന്ന് 2002 പേരുണ്ടായിരുന്ന സമയത്ത് അന്ന് എന്തൊക്കെയാണോ അവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നത്, ആ വിവരങ്ങളാണ് ഇന്ന് ഇവിടെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചില കുഴപ്പങ്ങളുണ്ട്. എനിക്ക് സംഭവിച്ച ഞാൻ പറയാം. 2002 ലിസ്റ്റിൽ അന്ന് BLO വന്ന് പേരും കാര്യങ്ങളും ചേർത്ത് പോകുന്ന സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഫോണില്ല, ഒരു കാരണവശാലും ബന്ധപ്പെടാൻ കഴിയില്ല. BLO അങ്ങ് ഇറങ്ങാണ്. തൊട്ടടുത്ത വീട്ടിൽ ചെന്നിരുന്നിട്ട് അവിടെ ആരൊക്കെയാണുള്ളത്? അവിടെ 2 പേരുണ്ട്. ഓക്കെ, അവരുടെ പേരെന്താണ്? പേരിന്നത്. ശരി. അവരുടെ വീട്ടുപേര് അറിയാമോ? വീട്ടുപേര് സവാദ് മൻസിൽ ആണെന്ന് തോന്നുമോ? സവാദ് മൻസിൽ എന്ന് എഴുതി. പേര് നവാസ് മൻസിൽ എന്നാണ്. അവരുടെ വയസ്സ് എത്ര എന്നറിയാം? വയസ്സറിയാം. വയസ്സ് ഒരു ഇത്രയാണെന്ന് തോന്നുന്നു. ഉടനെ ആ വയസ്സങ്ങ് എഴുതി. യഥാർത്ഥ വയസ്സുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ തോന്നിയതുപോലെ എഴുതി പോയത് മുഴുവൻ ഇന്ന് തലവേദന ആയിരിക്കുകയാണ്. എന്റെ മാതാവും ഞാനും തമ്മിൽ അന്നത്തെ ലിസ്റ്റും ഇന്നത്തെ ഇതും വെച്ച് നോക്കുമ്പോൾ 15 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അതായത് അവരുടെ 15ാമത്തെ വയസ്സിലാണ് അവർക്ക് ഞാൻ ഉണ്ടായത് എന്നാണ് SIR രേഖകൾ പ്രകാരമുള്ളത് അന്നത്തെ. അത് തിരുത്തണം. ഇനി അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ ഈ SIRും കഴിഞ്ഞ് ഇതിന്റെ മാച്ചിങ് ഒക്കെ കഴിഞ്ഞ ശേഷം തിരുത്താൻ പറ്റൂ. എന്നാലും സമയം കിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തോർക്കുന്നുണ്ടോ? SIR കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കും. നിങ്ങളുടെ രേഖകൾ നിങ്ങൾ ശരിയാക്കി വെക്കണം. അന്നത്തെ രേഖയായാലും ഇന്നത്തെ രേഖയായാലും നമ്മുടെ രേഖകളും നമ്മുടെ മാതാപിതാക്കളുടെ രേഖകളും മറ്റുള്ള രേഖകളും എല്ലാം മാച്ച് ചെയ്യുന്ന വിധത്തിൽ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു പാരയായി, ഇത് തലവേദനയായി ഇത് വരുമെന്ന്. ആ തലവേദനയെ പോന്നേക്കണേ. അത് അന്ന് ഇത്രയും വയസ്സ് കുറച്ച് തോന്നിയതുപോലെ അയൽപക്കത്ത് നിന്ന് എഴുതിപ്പോയ BLO എഴുതിപ്പോയ ആ രേഖയാണ് ഇന്ന് 2002 SIR ആയിട്ട് ഇവിടെ ഉള്ളത്. ആ വിവരങ്ങൾ എഴുതുന്നത് നിങ്ങൾ അമ്മയും മകനുമാണ്, അല്ലെങ്കിൽ അപ്പനും മകനുമാണ്, മകളുമാണ് എന്ന് ബന്ധമൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മളെ പറഞ്ഞു പറ്റിച്ചതാണ്. പല BLOമാരോടും പല ഓഫീസർമാരോടും നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ, ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, നിങ്ങൾ അവരുമായിട്ടുള്ളൊരു ബന്ധം നോക്കാൻ വേണ്ടി മാത്രമാണ്, അതിൽ ചൂടുന്നുള്ള പരിശോധന ഉണ്ടാവില്ല, ഡാറ്റകളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഒരു പക്ഷെ അന്ന് ഉണ്ടായേക്കാം, അതൊന്നും വിഷയമാവില്ല, പേടിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പേടിക്കാനൊന്നുമില്ലാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് അന്നും ഇന്നും ഡാറ്റകൾ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് പേടിക്കണം. ഇപ്പൊ എന്റെ കേസിൽ എന്താ സംഭവിച്ചത്? ഞാൻ 2002 ലിസ്റ്റിലില്ല. 1996 കൊല്ലം ജില്ല വിട്ട് മലപ്പുറം ജില്ലയിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ. മലപ്പുറം ജില്ലയിൽ 96 മുതൽ താമസിക്കുമ്പോൾ അതിനുശേഷമുള്ള വോട്ടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് മലപ്പുറം, കൊണ്ടോട്ടി, മഞ്ചേരി മണ്ഡലങ്ങളിലും, അതുപോലെ ഇപ്പോ കഴിഞ്ഞ 10-12 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേങ്ങര, മലപ്പുറം മണ്ഡലങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്റെ വോട്ട് ഇവിടേക്ക് തന്നെ ഉണ്ടാവുള്ളൂ.
ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മലപ്പുറം മണ്ഡലത്തിലാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ രേഖകളും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 96 അവിടം വിട്ട് ഇവിടെ പൂക്കോട്ടൂർ പഞ്ചായത്തിലും AR നഗർ പഞ്ചായത്തിലുമൊക്കെ വോട്ട് ചെയ്ത ഞാൻ ഇപ്പോ എന്റെ വോട്ട് അവിടെ കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അവിടെ വിട്ടിട്ട് എത്ര കൊല്ലായി? 10-30 കൊല്ലായി കഴിഞ്ഞേക്കണോ. അതൊക്കെ പോട്ടെ, നമുക്ക് SIRലേക്ക് വരാം. ഇവിടെ അന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുള്ള BLO രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിവരങ്ങളാണ് എന്റെ ഇപ്പോഴത്തെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തത്. അതായത് മുകളിൽ എന്റെ വിവരങ്ങളും കാര്യങ്ങളും എഴുതി, നമ്മൾ പറഞ്ഞു തന്നിരുന്ന പോലെയൊക്കെ എഴുതി, താഴെ വലതുവശത്ത് എന്റെ മാതാവിന്റെ അന്നത്തെ വിവരങ്ങൾ എഴുതി. ശ്രദ്ധിക്കണം, മാതാവിന്റെ അന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണെന്ന് കാണുക. ആ വിവരങ്ങൾ എഴുതി. ഇന്നത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങൾ എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ വിവരങ്ങൾ ഇന്നുള്ള രേഖകൾ അനുസരിച്ച് എഴുതാൻ പറ്റില്ല, അന്നത്തെ തന്നെ എഴുതണം എന്നതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ തന്നെ രേഖപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. ആ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇപ്പോൾ റിജക്ട് ചെയ്തേക്കാണ്. അതായത് എനിക്ക് എന്റെ SIR ലിസ്റ്റ് റിജക്ട് ചെയ്തു വന്നു. എന്താ കാരണം എന്നറിയോ? പരിശോധിച്ച് കഴിഞ്ഞപ്പോ ഈ മാതാവും മകനും തമ്മിൽ, ഇത്രയും വയസ്സുള്ള മകനും ആ മാതാവും തമ്മിൽ 15 വയസ്സിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കണക്കെടുത്തുകൊണ്ട് റിജക്ട് ചെയ്തു. അതായത് അക്ഷരത്തെറ്റുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മിസ്മാച്ച് എന്ന രീതിയിൽ റിജക്ട് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേർക്ക് ഇത് പ്രശ്നമാകും. ഒരു സംശയം വേണ്ട, പ്രശ്നമാകും എന്നുള്ള കാര്യത്തിൽ പ്രശ്നമാകും. കാര്യം എന്റെ കാര്യത്തിൽ അത് ഉണ്ടായി. അന്നത്തെ ലിസ്റ്റിലല്ലേ? ഉണ്ട്. അന്നത്തെ ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഉണ്ടായിട്ടും എന്റെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോ ഇത് ശരിയാവൂല, നിങ്ങളുടെ മാതാവാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകനാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഇനി ആ മാതാവും മകനും തെളിയിക്കാൻ ഞാനും എന്റെ മാതാവും എത്ര ഓഫീസുകളിൽ എത്ര കാലം കയറി ഇറങ്ങേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും രേഖകൾ അവർക്കുണ്ടോ? അവർക്ക് എത്ര വയസ്സുണ്ട്? ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ആധാർ ഉണ്ടാവും, ഒരു ID കാർഡ് ഉണ്ടാവും, ഒരു റേഷൻ കാർഡ് ഉണ്ടാവും. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പാസ്പോർട്ടോ മറ്റു കാര്യങ്ങളൊന്നും അവർ എടുത്തിട്ടില്ല. പക്കാ നാട്ടും പുറത്തുള്ള ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജനനരേഖയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു രേഖയോ കണ്ടെത്താൻ കഴിയില്ല. ഒരു ഓഫീസിലും അത് ഉണ്ടാവില്ല. ആകെ ഉണ്ടാകുന്നത് റേഷൻ കാർഡ് ഉണ്ടാവും, ഒരു ID കാർഡ് ഉണ്ടാവും, ഒരു ആധാർ ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള നാട്ടുമ്പുറത്തിലുള്ള ഒരാളും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ തെളിയിക്കണമെന്നാണ് പറയുന്നത്. എന്റെ ബർത്ത് രേഖകളിൽ മാതാവ് എന്ന് അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഈ വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എങ്ങനെ ഇത് തമ്മിലൊന്ന് മാച്ച് ചെയ്യാൻ കഴിയണില്ല. മാച്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്റെ എന്യൂമറേഷൻ ഫോം റിജക്ട് ചെയ്ത് BLOയിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം തുടക്കം മുതൽ പറയുന്നത്, അവിടെ അവർ അന്നത്തെ രേഖകൾ എഴുതാൻ പറയുന്നു. അന്നത്തെ രേഖകൾ മാച്ച് ചെയ്യാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു, വോട്ടർ ലിസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. ഞാൻ 2002 SIR ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കൊല്ലം ചടയമംഗലം മണ്ഡലത്തില് അരിച്ചു പറക്കി എന്റെ 2 ബൂത്തുകളാണുള്ളത്. KVLPS കണ്ണങ്കോട്, KVLPS ചേറാന്ന് പറയും. ആ 2 ബൂത്തുകളും അരിച്ചു പെറുക്കിയിട്ട് എന്റെ പേര് കണ്ടില്ല. ഞാൻ പ്രിന്റ് എടുത്ത് ഓരോ പേര് തൊട്ടു നോക്കി, എന്റെ പേര് അവിടെ ഇല്ല. അങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇനി 2002 ഞാൻ താമസിച്ചത് പൂക്കോട്ടൂർ മലപ്പുറം ജില്ല ആയതുകൊണ്ട് മലപ്പുറം കൊണ്ടോട്ടി, മലപ്പുറം മഞ്ചേരി മണ്ഡലങ്ങളെ മുഴുവൻ അരിച്ചു പറക്കി. എല്ലാ ബൂത്തുകളും അരിച്ചു പറക്കി. ഒരു ബൂത്തല്ല, എല്ലാ ബൂത്തുകളും, ഞാൻ താമസിച്ചിരുന്ന ആ ഏരിയയിലുള്ള മുഴുവൻ ബൂത്തുകളും അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒരു രക്ഷയില്ല, ഇവിടെയുമില്ല. ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് 11 വർഷമേ ഉള്ളൂ വന്നിട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് നോക്കിയില്ല. ഇത്രയും ബൂത്തുകൾ, ഇത്രയും മണ്ഡലങ്ങൾ, ഇത്രയും ബൂത്തുകൾ നോക്കിയിട്ട് കാണാത്ത ഞാൻ ഇപ്പോ പെട്ടെന്ന് കൊല്ലം ജില്ലയിലെ ചടയമംഗലം മണ്ഡലത്തില് നേരത്തെ എന്റെ മാതാവിന്റെ പേര് കടന്നതിന് തൊട്ട് താഴെ പെട്ടെന്ന് പൊട്ടിമുളച്ചേക്കുന്നു. അതെങ്ങനെ? അന്ന് ഞാൻ നോക്കി, അവിടുത്തെ BLO നോക്കി, ഇവിടുത്തെ BLO നോക്കി, എല്ലാ BLOമാരും നോക്കിയിട്ടാണ് ഒരു പുതിയ വോട്ടർ എന്ന നിലയിൽ ഞാൻ കൊടുത്തത്. എന്റെ മാതാവ് അവർ 2002 ലിസ്റ്റിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങനെ കൊടുത്തത്. പക്ഷെ അത് സ്വീകാര്യമായില്ല. ഇന്നലെ ഞാൻ വീണ്ടും റീസബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചെയ്തിട്ടുള്ളത് എന്റെ 2002 ലിസ്റ്റ് പ്രകാരമുള്ള രേഖകൾ കൊടുത്തിട്ട് ഇന്നലെ ഞാൻ വീണ്ടും സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ BLOമാർക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അവരുടെ ആപ്ലിക്കേഷനിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ റിജക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരുത്താൻ, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അത് അവർക്ക് മാത്രം കഴിയുന്നതാണ്. ആ ഒരു സംവിധാനത്തിലൂടെ ഇന്നലെ BLO ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഡീറ്റെയിൽസ് എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എന്റെ തൊട്ട് താഴെ തന്നെ എന്റെ 2002 വിവരങ്ങൾ എഴുതി 2 കൂടെ മാച്ച് ചെയ്യിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അവിടെയും 2 കൊല്ലത്തെ വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോഴത്തെ ശരിയായ വയസ്സെന്ന് പറയുന്നത് എനിക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ 2002 SIR പ്രകാരം എനിക്ക് 52 വയസ്സാകണം. ഇനി റിജക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന പിന്നീട് റിജക്ട് ചെയ്യുകയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം. ഏതായാലും ഇതൊരു കുരുക്കാണ്. 100% ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് പേർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. നേരത്തെ ഞാൻ കരുതിയിരുന്നത് മിനിമം ഒരു 6 ലക്ഷം, കൂടിയാൽ ഒരു 30 ലക്ഷം ഒക്കെ പോകുന്നതാണ്. ഇപ്പോ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, എന്റെ അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും, ഇതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 കോടിയിലധികം ആൾക്കാർക്ക് കേരളത്തിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം വരും. 1 കോടിയിലധികം, 3.5 കോടി ജനങ്ങളുള്ള ഇവിടെ, അതിൽ 1 കോടിയിലധികം നിലവിലെ സിസ്റ്റത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതാ ഞാൻ പറയുന്നത്, നാളെ 1 കോടി പുറത്തായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ മേത്തേക്ക് എടുക്കാൻ വരണ്ട. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഈ മാച്ചിങ്ങിൽ അന്ന് രേഖപ്പെടുത്തിയതും ഇന്നത്തും തമ്മിൽ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഒരു അക്ഷരത്തെറ്റുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കുമെന്ന് നമ്മളോട് പറഞ്ഞല്ലേ. അന്നത്തെ BV എന്നുള്ളത് BEEVI വേണോ BY വേണോ എന്ന് എന്തായാലും സാരമില്ല, അന്ന് നിങ്ങൾ എങ്ങനെയാണോ കൊടുത്തത് അത് കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നല്ലേ. അതായത് SIR ഫോം ഏത് വിധേനയും ഫില്ല് ചെയ്ത് അവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാവണ്ണം ഫില്ല് ചെയ്യണമെന്നോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ ആ കോടതിയിൽ കേസ് സമയബന്ധിതമായി ഇത് ചെയ്യാൻ ഉത്തരവിടുമെന്ന് പേടിച്ചിട്ട് ഇത്ര ശതമാനം കേസുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു, ഇത് വളരെ സിമ്പിളാണ് എന്ന് സുപ്രീം കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പറാട്ട നാടകത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോയതാണ്. ഒരു സംശയം വേണ്ട, ഒരുപാട് പേർക്ക് വോട്ട് നഷ്ടപ്പെടും. ഇനി അങ്ങനെ തന്നെ പറയാം. കാരണം അത്ര സൂക്ഷ്മമായിട്ട് അവർ മാച്ച് ചെയ്യുന്നുണ്ട്. പേരുകൾ, അക്ഷരങ്ങൾ, ഇനിഷ്യലുകൾ, അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒക്കെ അവർ മാച്ച് ചെയ്യുന്നുണ്ട്. അതും ഇതും മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്റേത് കിട്ടിയത്. ഈ രീതിയിൽ സൂക്ഷ്മമായിട്ട് അത് നോക്കുന്നുണ്ട്. മിക്കവാറും AI ആണ് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. AI സംബന്ധിച്ചിടത്തോളം ഒരു കോമ ഏറെ ഉണ്ടെങ്കിൽ, ഒരു അക്ഷരം തലതിരിഞ്ഞു പോയാൽ പോലും അത് പിടിക്കും. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. നാളെ അതെല്ലാം നമ്മൾ ശരിയാക്കാൻ നടക്കേണ്ടി വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ അനുഭവസ്ഥനായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ BLOമാരുമായി സംസാരിച്ച് നിങ്ങളുടെ ഡാറ്റകൾ റിജക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ തിരുത്തലും മറ്റു കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, അങ്ങനെ ഒബ്ജക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഇപ്പോ തിരുത്താൻ ഒരു അവസരമുണ്ട്. അത് പേഴ്സണലായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഔദ്യോഗികമായിട്ടൊന്നും അറിയിപ്പ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ അതിന് സാധിക്കും. എത്ര നാള് ആപ്ലിക്കേഷൻ തുറന്നിരിക്കുന്ന അറിയില്ല. ഇപ്പോൾ ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കുക. എന്യൂമറേഷൻ ഫോം ചിലപ്പോൾ ഒന്ന് തിരുത്തി മാറ്റി എഴുതേണ്ടി വരുമെന്നേ ഉള്ളൂ. തിരുത്തി എഴുതിയാൽ മതി. അതിനുശേഷം അത് അദ്ദേഹം അപ്ലോഡ് ചെയ്തോളും, എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളും. അങ്ങനെ നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റും. ഇനി അതല്ല, മറ്റേതെങ്കിലും തരത്തിൽ രേഖകളിൽ മാച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് BLO നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ രേഖകൾ ഉണ്ടാക്കാതെ മാർഗമില്ല. അത് ഇനി ജാമ്പവന്റെ കാലത്തായാലും ഇനി പണ്ട് വാമനൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയ കാലത്തെ ആയാലും. Different angles. Don't forget to subscribe and support this channel.